+2 എക്സാം ഓറിയന്റഡ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നതിലെ കോമ്പോസിഷൻ ഓഫ് ടു ഫംഗ്ഷൻസ് ആൻഡ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ് ഈ ഒരു സെക്ഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കേണ്ട ഫോർമുലാസുകളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്വസ്റ്റ്യൻസുകളും മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 12 ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസുകളും റിപ്പീറ്റഡ് ആയി ചോദിക്കാൻ സാധ്യതയുള്ള മോഡൽസുകളാണ്. എല്ലാ മോഡൽസുകളും നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 12 ചോദ്യം തന്നെ നിങ്ങൾ നല്ലതുപോലെ ചെയ്തു പഠിച്ചാൽ ഈ സെക്ഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ആദ്യം ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞ കാര്യങ്ങളിലൊന്ന് പോയി നോക്കാം. ഫസ്റ്റ് പറയാനുള്ളത് കോമ്പോസിഷൻ ഓഫ് ടു ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ്. 2 ഫംഗ്ഷൻസ് എടുത്താൽ മാത്രമേ അവയുടെ കോമ്പോസിഷൻ എന്നതിനെക്കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും ബി എന്ന് പറയുന്ന സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതേ ബിയിൽ നിന്നും സി എന്ന് പറയുന്ന സെറ്റിലേക്ക് മറ്റൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈ 2 ഫംഗ്ഷൻ്റെയും കോമ്പോസിഷൻ എന്ന് പറയുന്ന കാര്യം വരുന്നത് മറ്റൊരു ഫംഗ്ഷനാണ്. അത് എയിൽ നിന്നും സിയിലേക്കായിരിക്കും. അത് ഡിനോട്ട് ചെയ്യുന്നത് ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറഞ്ഞിട്ടാണ്. ഇത് ഡിഫൈൻ ചെയ്യുന്നത് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് ഫോർ എവരി എക്സ് ബിലോങ്സ് ടു എ. ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് സിയിലേക്കാണ്. എ എന്ന് പറയുന്നതിലാണ് എക്സ് എന്ന് പറയുന്ന കാര്യം കിടക്കുന്നത്. ഒരു എക്സ് മാത്രമല്ല, എയിലുള്ള എല്ലാ എക്സുകൾക്കും ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഇങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ കാര്യമാണെങ്കിൽ അത് ഡിഫൈൻ ചെയ്യുന്നത് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും. അതായത് ഇവിടെയാണെങ്കിൽ ഈ എക്സ് ആദ്യം ആക്ട് ആവുന്നത് എഫുമായിട്ടാണ്, അതിനുശേഷമാണ് ജിയുമായിട്ട് വരികയുള്ളൂ. ഇവിടെയാണെങ്കിലോ എക്സ് ആദ്യം വരുന്നത് ജിയുമായിട്ടാണ്, അതിനുശേഷമാണ് എന്തിലേക്ക് വരുള്ളൂ, എഫ് എന്ന് പറഞ്ഞ വശത്തിലേക്ക് കയറി വരികയുള്ളൂ. ഈ 2 പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ ആദ്യമായിട്ട് ഓർമ്മയിൽ വെക്കേണ്ട കാര്യം. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്ന കാര്യമാണ്. ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എക്സിൽ നിന്ന് വൈയിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണ് എന്ന് പറയണമെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. ആ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് പുതിയൊരു ഫംഗ്ഷൻ ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് വൈയിൽ നിന്നും എക്സിലേക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റണം. such that f composite g equal to g composite f equal to I. അതായത് എഫ് കോമ്പോസിറ്റ് ജി ചെയ്താലും ജി കോമ്പോസിറ്റ് എഫ് ചെയ്ത് കഴിഞ്ഞാലും ഐഡന്റിറ്റിയാണ് കിട്ടേണ്ടത്. ഈ ഒരു സച്ച് ദാറ്റ് കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ജി എന്ന് പറയുന്നത് വൈയിൽ നിന്ന് എക്സിലേക്ക് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എഫ് എന്ന് പറയുന്നതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ജി ആയിട്ട് നമുക്ക് പറയാം. അതുപോലെ ജി എന്ന് പറയുന്നതിൻ്റെ ഇൻവേഴ്സ് എഫ് എന്ന് പറഞ്ഞ ആശയമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ 2 കാര്യങ്ങൾ നിങ്ങളോട് ശ്രദ്ധിക്കുക. എഫ് എക്സിൽ നിന്ന് വൈയിലേക്കാണെങ്കിൽ ജി എന്ന് പറയുന്നത് നേരെ തിരിച്ചിട്ടായിരിക്കണം, വൈയിൽ നിന്ന് എക്സിലേക്കായിരിക്കണം. കൂടാതെ ഏത് രീതിയിൽ കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതെന്തായിരിക്കണം, ഐഡന്റിറ്റി തന്നെ ആയിരിക്കണം. അതായത് എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് തന്നെ കിട്ടണം. ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ കാര്യം ചെയ്ത് കഴിഞ്ഞാലും എക്സ് തന്നെ കിട്ടണം. ഇൻവേർട്ടിബിൾ എന്ന് പറയുന്നതിന് മറ്റൊരു ഡെഫിനിഷൻ കൂടിയുണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തതാണ്. ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 ആൻഡ് ഓൺ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻവേർട്ടിബിൾ ആണ്. അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ആ ഒരു രീതിയിലൂടെയാണ് നമ്മൾ കൂടുതലും ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്ന ആശയം നമ്മൾ കണക്ട് ചെയ്യുന്നത്. കാരണം 1 ആൻഡ് ഓൺ 2 എന്ന് പറയുന്ന കാര്യത്തിനെ കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ പ്രത്യേകം കോമ്പോസിഷൻ കണ്ടെത്തിയിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറയുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഡെഫിനിഷനിലൂടെ കയറിപ്പോകുന്നത്. ഇനി നമുക്കിതിൻ്റെ ചോദ്യങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ജി എന്ന് പറയുന്ന ഫംഗ്ഷനും നമുക്ക് തന്നിട്ടുണ്ട്. എഫ് എന്ന് പറയുന്നത് സെറ്റ് 1, 3, 4ൽ നിന്ന് സെറ്റ് 1, 2, 5ലേക്കും ജി എന്ന് പറയുന്നത് സെറ്റ് 1, 2, 5ൽ നിന്ന് സെറ്റ് 1, 3 എന്ന് പറയുന്നതിലേക്കുമാണ്. അത് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഡിഫൈൻ ചെയ്ത് തന്നിരിക്കുന്നത് എങ്ങനെയാണ്, റോസ്റ്റർ ഫോമിലാണ് തന്നിരിക്കുന്നത്. എഫ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓൾറെഡി പെയർ 1, 2, 3, 5, 4, 1 ആൻഡ് ജി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓൾറെഡി പെയർ 1, 3, 2, 3, 5, 1. നമുക്കിവിടെ കണ്ടെത്തേണ്ടത് എന്താണ്, ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കണം. ഈ ഒരു രീതിയിൽ കോമ്പോസിഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസുകൾ വരാൻ സാധ്യതയുള്ളതാണ്.
അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് ഫോർ എവരി എക്സ് ബിലോങ്സ് ടു എ, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇവിടെ ഇങ്ങനെ എക്സ് എന്ന് പറയുന്നതിൻ്റെ പൊസിഷനിൽ ജി കോമ്പോസിറ്റ് എഫ് ആണ് വരുന്നതെങ്കിൽ അത് എയിൽ നിന്ന് സിയിലേക്കാണെന്ന് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ജനറൽ ഐഡിയയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റിന്റെ സ്ഥാനത്ത് ഇവിടെ സെറ്റ് 1 3 4 ആണ് നിൽക്കുന്നത്. സി എന്ന് പറഞ്ഞ പൊസിഷനിൽ സെറ്റ് 1 3 ആണ് നിൽക്കുന്നത്. ഇത് എയിൽ നിന്ന് ബിയിലേക്ക്, ഇത് ബിയിൽ നിന്ന് സിയിലേക്ക്. അപ്പോൾ കോമ്പോസിഷൻ വരുമ്പോൾ എങ്ങനെ വരിക, എയിൽ നിന്ന് സിയിലേക്കാണ് വരിക. അപ്പോൾ 1 3 4 നിന്ന് 1 3ലേക്കാണ് എന്ത് വരുന്നത്, കോമ്പോസിഷൻ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ജി കോമ്പോസിറ്റ് എഫ് എന്ന് കാണുമ്പോൾ ആ ജി കോമ്പോസിറ്റ് എഫിന്റെ ഒപ്പം നമ്മൾ 1 അപ്ലൈ ചെയ്യണം, പിന്നെ 3 അപ്ലൈ ചെയ്യണം, പിന്നെ 4 അപ്ലൈ ചെയ്യണം. ഇതിന്റെ ഒക്കെ ആൻസർ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കൂ. ജി കോമ്പോസിറ്റ് എഫ് ഓഫ് 1 ഡെഫിനിഷൻ പ്രകാരം എന്താണ്, ജി ഓഫ് എഫ് ഓഫ് 1. ഈ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞ ആശയം കിട്ടണമെന്നുണ്ടെങ്കിൽ എഫ് ഡിഫൈൻ ചെയ്തതിൽ 1 എവിടേക്ക് മാപ്പ് ചെയ്യുന്നോ അല്ലെങ്കിൽ 1 എവിടേക്കാണ് ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് എന്നറിയണമെങ്കിൽ ഓർഡർ പെയർ നോക്കിയാൽ മതി. 1 2ലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്ത് പറയാം, ജി ഓഫ് 2. ജി ഓഫ് 2 കണ്ടുപിടിക്കണമെങ്കിൽ ജി എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തതിൽ 2 എവിടേക്കാണ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ എവിടേക്കാണ് മാപ്പിംഗ് വന്നിരിക്കുന്നത് നോക്കിയാൽ മതി. എവിടേക്കാണ്, 3ലേക്കാണ്. അപ്പോൾ ജി കോമ്പോസിറ്റ് എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്, 3 ആണ്. അടുത്തത് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് 1 കഴിഞ്ഞാൽ അടുത്തെടുക്കേണ്ട ഏതാണ്, 3. ഡെഫിനിഷൻ പ്രകാരം എന്താണ്, ജി ഓഫ് എഫ് ഓഫ് 3. ജി ഓഫ് എഫ് ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എവിടേക്ക് കൊടുക്കുന്നു, 3 എന്ന് പറയുന്നത് 5ലേക്കാണ്. ജി ഓഫ് 5. ജി എന്ന് പറയുന്നതിൽ 5 എവിടേക്കാണ് പോകുന്നത്, 1ലേക്കാണ്. അതുകൊണ്ട് കോമ്പോസിഷൻ എന്ത് വരും, 1 വരും. ജി കോമ്പോസിറ്റ് എഫ് ഓഫ് 4 ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 4 ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 4 എവിടേക്ക് പോകുന്നു, എഫിൽ 4 എന്ന് പറയുന്നത് 1ലേക്കാണ്. ജി ഓഫ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 എവിടേക്കാണ് പോകുന്നത്, 3ലേക്കാണ് പോകുന്നത്. അപ്പോൾ കോമ്പോസിഷൻ 1ലും 3ലും 4 നമുക്ക് കണ്ടെത്താൻ പറ്റും. അതെന്താണ്, 3ഉം 1ഉം 3യുമാണ്. ഇങ്ങനെയാണ് നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസുകൾ തന്നിട്ട് ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറഞ്ഞ ആശയം കാണാൻ പറഞ്ഞാൽ കണക്ട് ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കണം. ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സിംപ്ലിഫൈ ചെയ്തു പോയാൽ മതി. എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ പ്രകാരം എന്താണ്, എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ കാര്യമാണ്. എഫ് ഓഫ് ഈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നതിന് പകരം ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, എക്സ് ക്യൂബ് ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്ത് എഴുതാം, എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ കാര്യം എഴുതാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എഫ് ഓഫ് എക്സ് ആണ് വരുന്നതെങ്കിൽ സൈൻ എക്സ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ എഫ് ഓഫ് എക്സ് ആണ്, ബ്രാക്കറ്റിനകത്ത് എക്സ് ആണ്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്ന കാര്യം കാണും. ഇവിടെ പക്ഷേ എഫ് ഓഫ് എക്സ് ക്യൂബ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എക്സ് എന്ന് പറയുന്ന കാര്യം മാറ്റിയിട്ട് അവിടെ എക്സ് ക്യൂബ് എന്ന് പറയുന്ന കാര്യം എഡിറ്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സിന് പകരം എന്ത് വരും, എക്സ് ക്യൂബ് വരും. അപ്പോൾ റൈറ്റ് സൈഡും എന്തെന്നെ സംഭവിക്കുക, എക്സിന് പകരം എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ കാര്യം വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക, സൈൻ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ കാര്യമാണ് കിട്ടുന്നത്. അപ്പോൾ എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാണ്, സൈൻ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ ആശയത്തിന് തുല്യമാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എഴുതിയാൽ മതി. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. തൊട്ട് താഴെ എഫ് ഓഫ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ കാര്യം എഴുതുക. അപ്പോൾ എക്സ് മാറ്റി പകരം എക്സ് ക്യൂബ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡ് എന്ത് വരും, സൈൻ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ ആശയം വരുന്നു. ഈ രീതിയിലൊക്കെ ഒന്ന് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. തൊട്ട് മുൻപേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ അതേ ചോദ്യം പോലെയാണ് ഈ ഒരു ചോദ്യം വരുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് തന്നിട്ടുണ്ട്, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ തന്നിട്ടുണ്ട്. എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കണം. എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഫോർമുല ആയിട്ട് വരുന്നത് എന്താണ്, എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ജി ഓഫ് എക്സ് എന്ന് പകരം ഇവിടെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ കാര്യം എഴുതാം. ഇനി നമുക്കറിയാവുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പറഞ്ഞ കാര്യമാണ്. പക്ഷെ നമുക്ക് എഴുതേണ്ടത് എന്താ, എഫ് ഓഫ് എക്സ് സ്ക്വയർ ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം, എക്സ് സ്ക്വയർ ആക്കണം. ഇതേ കാര്യം നമ്മൾ എവിടെയും ചെയ്യുക, റൈറ്റ് സൈഡിലും ചെയ്യുക. അതായത് എക്സ് കാണുന്നതിന് പകരം എന്ത് കൊടുക്കുക, എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താണ് വരിക, സൈൻ എക്സ് സ്ക്വയർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് എഫ് കോമ്പോസിറ്റ് ജിയും ജി കോമ്പോസിറ്റ് എഫും കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡുലസ് എക്സ് പ്ലസ് 1 ആണ്. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x - 1 ആണ്. നമുക്ക് ഓരോ സെക്ഷനായിട്ടൊന്ന് കണ്ടെത്തി നോക്കാം. ആദ്യം എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറയുന്ന കാര്യം ഇത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ഇവിടെ ഒരു എക്സോ അല്ലെങ്കിൽ വൈയോ എഴുതിയാൽ മാത്രമേ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ ഞാനിവിടെ എക്സ് എന്ന് പറഞ്ഞ കാര്യം കൊടുക്കുകയാണ്. എക്സ് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസുകളിലും നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്ന കാര്യമാണ്. എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 2x-1 ആണ് തന്നിട്ടുണ്ട്, അത് താഴേക്ക് ഇറക്കി എഴുതുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എന്താണ്? മോഡുലസ് എക്സ് പ്ലസ് 1 ആണ്. നമുക്ക് കണ്ടെത്തേണ്ടത് എഫ് ഓഫ് 2x-1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ മാറ്റി പകരം എന്ത് കൊടുക്കണം? 2x-1 എന്ന് പറഞ്ഞ ആശയം കൊടുക്കണം. ഇത് നമ്മൾ എവിടെയും ചെയ്യുക. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിൻ്റെ റൈറ്റ് സൈഡിലാണ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? മോഡുലസ് എക്സിന് പകരം 2x-1. ഇനി എഴുതാനുള്ളത് എന്താണ്? ഒരു +1 എഴുതാനുണ്ട്. മോഡുലസ് എന്ന് പറയുന്ന കാര്യം ക്ലോസ് ചെയ്യുന്നു. ഇതിലെ -1ഉം +1ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? മോഡ് 2x എന്ന് പറയുന്ന ആശയം കിട്ടുന്നു. ഇതാണ് എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. ഇനി ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ് എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന കാര്യമാണ്. അത് അതേപോലെ നമ്മളിവിടെ താഴേക്ക് ഇറക്കി എഴുതി. ഇനി ജി ഓഫ് എക്സ് ആയിരുന്നുവെങ്കിൽ 2x-1 എന്ന് പറയുന്നതാണ്. അപ്പോൾ ജി ഓഫ് മോഡുലസ് എക്സ് പ്ലസ് 1 എഴുതണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ എക്സ് എന്ന് പറയുന്ന കാര്യം മാറ്റിയിട്ട് പകരം അവിടെ മോഡുലസ് എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞ കാര്യം കൊണ്ട് ഫിറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു മോഡുലസ് എക്സ് പ്ലസ് 1 മൈനസ് 1. ഇതിനെ ഇനി വേറെ സിംപ്ലിഫിക്കേഷൻസ് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക? 2 ഇൻറ്റു മോഡുലസ് എക്സ് പ്ലസ് 1 മൈനസ് 1 എന്ന് പറയുന്നതാണ്. അടുത്ത ചോദ്യത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കണം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 8x³ ആണ്. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് x⁻⁴ ആണ്. നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം. ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഫോർമുല എന്താണ്? ജി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 8x³ ആണ്. 8x³ ഈക്വൽ ടു, ഇനി ജി ഓഫ് എക്സ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് ആൻസർ എന്താണെന്ന് അറിയാം. x⁻⁴ ആണ് എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ഇനി നമ്മൾ ജി ഓഫ് 8x³ എഴുതണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിന് പകരം 8x³ എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാം? 8x³ എഴുതാം. ഇതിൻ്റെ പവറിലാണ് 1/3. അപ്പോൾ 8x³ പവറിൽ എന്ത് വരണം? 1/3 വരണം. ഈ (1/3) എന്ന് പറയുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ടേമിന് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. 8⁻⁴ ഇൻറ്റു x³ (1/3). അതിൽ പിന്നീട് ഉപയോഗിച്ചിരിക്കുന്ന നിയമം ഇതേ ഉള്ളൂ. AB⁴n എന്ന് പറഞ്ഞാൽ A⁻n ഇൻറ്റു B⁻n. ഈ രാശി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളവിടെ ചെയ്തത്. ഇതിൽ 8⁻⁴ എന്ന് പറഞ്ഞാൽ (3√8) എന്ന് പറയുന്ന കാര്യമാണ്. (3√8) എന്ന് പറഞ്ഞാൽ എത്ര വരിക? 2 ആണ് വരിക. x³ (1/3) എന്ന് പറയുന്നത് A⁻m⁴n എന്ന് പറഞ്ഞ ഫോമിലാണ്. അതെന്താണ്? A⁻mn ആണ്. അതായത് ഈ രണ്ട് പവറുകൾ തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു 1/3, അതായത് 3/3 ആണ് വരിക. 3/3 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 1 ആണ് വരിക. അപ്പോൾ ഇവിടെ എന്താ വരിക? x⁻1. അതായത് ഇതിനെ ഒന്നും കൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ എന്ത് പറയാം? 2x എന്ന് പറഞ്ഞ കാര്യം പറയാം. കാരണം എന്താണ്? x⁻1 എന്ന് പറയുന്നത് x തന്നെയാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്താണ്? 2x എന്ന് പറയുന്ന കാര്യം തന്നെയാണ്. അടുത്ത ചോദ്യത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x/x-1 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എഫ് കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കണം. അതിനുശേഷം എഫ് എന്ന് പറയുന്നതിൻ്റെ ഇൻവേഴ്സ് എന്താണ് എന്നുള്ള കാര്യത്തിലേക്ക് എത്തുകയും വേണം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് ഒന്ന് പോയി നോക്കാം. എഫ് കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഡെഫിനിഷൻ ഉപയോഗിക്കുമ്പോൾ എന്താ വരിക? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കാര്യമാണ് വരിക. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? x/x-1. അടുത്ത സ്റ്റെപ്പാണ് വളരെ പ്രധാനപ്പെട്ടത്. പിന്നെ ശ്രദ്ധിക്കണം, എഫ് ഓഫ് എക്സ് ആണ് വരുന്നതെങ്കിൽ x/x-1 ആണ്. അതായത് ഇവിടെ ഇങ്ങനെ ബ്രാക്കറ്റിനകത്ത് എക്സ് ആണ് കിടക്കുന്നത്. അപ്പോൾ x/x-1 ആണ് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് എഴുതേണ്ടത് x/x-1 ബ്രാക്കറ്റിനകത്ത് തന്നെ വരുന്ന സമയത്ത് ആ ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കണ്ടുപിടിക്കാനുള്ളത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിൻ്റെ റൈറ്റ് സൈഡ് നോക്കുക. എക്സ് കാണുന്ന സ്ഥാനത്ത് ഇവിടെ ബ്രാക്കറ്റിനകത്ത് എന്താണോ ആ കാര്യം കൊണ്ടുപോയിട്ട് എഡിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എഴുതുന്ന ശ്രദ്ധിക്കുക. എക്സിന് പകരം എന്ത് എഴുതണം? x/x-1 എന്ന് പറഞ്ഞ കാര്യം എഴുതണം. ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുന്നതിന് പകരം x/x-1. ഇനി എന്ത് എഴുതാനുണ്ട്? -1 എഴുതാണ്ട് അത് അതുപോലെ അവിടെ എഴുതി വെച്ചു.
ഇവിടെ ബൈ 1 കൊടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ബൈ എക്സ് മൈനസ് 1 ബൈ എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എക്സ് വരും, മൈനസ് എക്സ് മൈനസ് 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞ കാര്യം വരുന്നു, ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു 1 എക്സ് മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് മൈനസ് 1 ഡിവിഷനെ മൾട്ടിപ്ലിക്കേഷൻ ആക്കി മാറ്റുക. അപ്പോൾ ഈ എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് എവിടേക്ക് വരും, മുകളിലേക്ക് വരും. എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എക്സ് മൈനസ് എക്സ് പ്ലസ് 1, കാരണം മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് എക്സും വരും, മൈനസിന് മൈനസ് പ്ലസ്, ഇപ്പോൾ പ്ലസ് 1 വരും. ഇതിൽ പ്ലസ് എക്സും മൈനസ് എക്സും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അതുപോലെ തന്നെ എക്സ് മൈനസ് 1ഉം എക്സ് മൈനസ് 1ഉം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി നിൽക്കുന്നത് എന്താണ്, എക്സ് ബൈ 1, അതായത് എന്ത് തന്നെയാണ്, എക്സ് തന്നെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന കാര്യം എന്താ, എഫ് കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കാര്യം എക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ ഏതാണോ അപ്ലൈ ചെയ്യുന്നത് അത് തന്നെയാണ് നമുക്ക് എന്തായിട്ട് കിട്ടുക, ആൻസർ ആയിട്ട് കിട്ടുക. ഇത് ഐഡന്റിറ്റി മാപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു ലോജിക്കിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ ഏതാണോ നമ്മൾ കൊടുക്കുന്നത് അതിനതിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, എഫ് കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം, ഐഡന്റിറ്റി ആണെന്ന് പറയാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ ജി എന്ന് പറയുന്നത് വൈയിൽ നിന്ന് എക്സിലേക്ക് ആയിരിക്കണം എന്ന് പറഞ്ഞു, അതിൻ്റെ കോമ്പോസിഷൻ ഐഡന്റിറ്റി ആയിരിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ എഫ് കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ കാര്യമാണ് നമ്മൾ ചെയ്തത്. അത് ഐഡന്റിറ്റി ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എഫ് എന്ന് പറയുന്നതിൻ്റെ ഇൻവേഴ്സ് എഫ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, therefore എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു എഫ്. അപ്പോൾ നമ്മൾ ആദ്യത്തെയും രണ്ടാമത്തെയും ക്വസ്റ്റ്യൻ എന്ത് ചെയ്തതിന് സോൾവ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ലെറ്റ് യു ആൻഡ് വി ബി ടു ഫങ്ഷൻസ്. യു എന്ന് പറയുന്നതും വി എന്ന് പറയുന്നതും രണ്ട് ഫങ്ഷൻസുകളാണ്. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിയൽ നമ്പർ സെറ്റിന്റെ മുകളിലാണ്. ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഏത് രീതിയിലാണ്, യു ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x മൈനസ് 3 ആണ്, വി ഓഫ് എക്സ് എന്ന് പറയുന്നത് 3 പ്ലസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്ന രീതിയിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തെളിയിക്കാനായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യു ആൻഡ് വി ആർ ഇൻവേഴ്സ് ടു ഈച്ച് അതർ. യുവും വിയും പരസ്പരം ഇൻവേഴ്സുകളാണ് എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ പറയുവാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെക്ക് ചെയ്താൽ മതി, യു കോമ്പോസിറ്റ് വി എന്ന് പറഞ്ഞ കാര്യം ചെയ്യുക, വി കോമ്പോസിറ്റ് യു എന്ന് പറഞ്ഞ കാര്യം ചെയ്യുക. ഇത് രണ്ടും ഐഡന്റിറ്റി ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, യു എന്ന് പറയുന്നതിൻ്റെ ഇൻവേഴ്സ് വി ആണെന്നും വി എന്ന് പറയുന്നതിൻ്റെ ഇൻവേഴ്സ് യു ആണെന്നും പറയാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കാര്യത്തിലേക്ക് ഒന്ന് പോവാണ്. യു കോമ്പോസിറ്റ് വി ഓഫ് എക്സ് ഈക്വൽ ടു, ഡെഫിനിഷൻ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരിക, യു ഓഫ് വി ഓഫ് എക്സ് എന്ന് പറഞ്ഞ കാര്യമാണ് വരിക, വിച്ച് ഇസ് ഈക്വൽ ടു യു ഓഫ് വി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, 3 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 2. ഇനി നമ്മൾക്ക് എഴുതാനുള്ള കാര്യം ശരിക്കും എന്താണ്, യു ഓഫ് എക്സ് ആണെങ്കിൽ 2 ഇൻറ്റു എക്സ് മൈനസ് 3. ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എക്സ് എന്ന് പറയുന്ന പ്ലേസിൽ എന്ത് അപ്ലൈ ചെയ്യണം, 3 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യണം. അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 3 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 2 മൈനസ് 3. ഈ എക്സിന് പകരം നമ്മൾ 3x പ്ലസ് ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്തു. ഇനി 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി നിൽക്കുന്നത് എന്താ, 3 പ്ലസ് എക്സ് മൈനസ് 3, മൈനസ് 3യും പ്ലസ് 3യും കൂടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നിൽക്കുന്നത് എന്താണ്, എക്സ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യം എന്താണ്, യു കോമ്പോസിറ്റ് വി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. ഇവിടെ ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു ആശയം കയറി വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് യു കോമ്പോസിറ്റ് വി എന്താന്ന് പറയാം, ഐഡന്റിറ്റി ആണെന്ന് പറയാം. ഇനി വി കോമ്പോസിറ്റ് യു ഓഫ് എക്സ് എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കുമ്പോൾ ഡെഫിനിഷൻ പ്രകാരം വി ഓഫ് യു ഓഫ് എക്സ് ഈക്വൽ ടു വി ഓഫ് യു ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് വരുന്നത്, 2x മൈനസ് 3, വിച്ച് ഇസ് ഈക്വൽ ടു വി ഓഫ് എക്സ് ആണ് വരുന്നതെങ്കിൽ 3 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ വി ഓഫ് 2x മൈനസ് 3 എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം, എക്സിന് പകരം എന്ത് കൊടുക്കുക, 2x മൈനസ് 3 കൊടുക്കുക. 3 പ്ലസ് 2x മൈനസ് 3 ഡിവൈഡഡ് ബൈ 2. എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക, ഇവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൽ പ്ലസ് 3യും മൈനസ് 3യും ക്യാൻസൽ ചെയ്യാം, ബാക്കി നിൽക്കുന്നത് 2x ബൈ 2. 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം, അപ്പോൾ എന്ത് കിട്ടുന്നു, എക്സ് കിട്ടുന്നു. നമുക്ക് കിട്ടിക്കഴിഞ്ഞ കാര്യം എന്താ, വി കോമ്പോസിറ്റ് യു ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. അതായത് വി കോമ്പോസിറ്റ് യു എന്ന് പറയുന്നത് ഐഡന്റിറ്റി ആണ്. അപ്പോൾ യു കോമ്പോസിറ്റ് വിയും ഐഡന്റിറ്റി ആണ്, വി കോമ്പോസിറ്റ് യുവും ഐഡന്റിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, therefore യു ഇൻവേഴ്സ് ഈക്വൽ ടു വി ആൻഡ് വി ഇൻവേഴ്സ് ഈക്വൽ ടു യു. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക.
എഫ് ഫ്രം ആർ ടു ആർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3x + 2 എന്ന് പറഞ്ഞിട്ടാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് കോമ്പോസിറ്റ് എഫ് ഓഫ് 1 എന്ന് പറയുന്ന കാര്യമാണ് കണ്ടെത്താനുള്ളത്. ഇങ്ങനൊരു കാര്യം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ എഫ് കോമ്പോസിറ്റ് എഫ് ഓഫ് 1 ഈക്വൽ ടു ഡെഫിനിഷൻ പ്രകാരം എന്താ വരിക, എഫ് ഓഫ് 1 എന്ന് പറഞ്ഞ കാര്യമാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഗിവൺ കണ്ടീഷനാണ്. എഫ് ഓഫ് 1 എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, എക്സിന് എന്ത് അപ്ലൈ ചെയ്താൽ മതി, 1 അപ്ലൈ ചെയ്താൽ മതി. 1 അപ്ലൈ ചെയ്യുമ്പോൾ 1 സ്ക്വയർ മൈനസ് 3 × 1 + 2 വിച്ച് ഇസ് ഈക്വൽ ടു 1 - 3 + 2. 1 - 3 എന്ന് പറഞ്ഞാൽ -2 വരിക, -2 + 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക, 0 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 1 വരുന്ന സ്ഥാനത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, 0 അപ്ലൈ ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ വരിക, 0 ആണ് വരിക. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ, എഫ് ഓഫ് 0 കിട്ടിയാലാണ് നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എഫ് ഓഫ് 0 എന്ന് പറയുന്ന കാര്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. എക്സിന് എന്ത് കൊടുത്താൽ മതി, 0 എന്ന് പറഞ്ഞ കാര്യം കൊടുത്താൽ മതി. 0 സ്ക്വയർ മൈനസ് 3 × 0 + 2. ഇത്രയും ഭാഗം 0 ആയിട്ട് പോകും. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവുള്ളൂ, 2 മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ അത്രയാണ് ആൻസർ കിട്ടുക, 2 എന്ന് പറയുന്ന കാര്യമാണ് കിട്ടുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇവിടെ നമ്പറുകൾ വരുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. എന്നാൽ എഫ് കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ആശയം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനിഷനിലൂടെ തന്നെ ഇറങ്ങിപ്പോയിട്ട് വേണം നമ്മൾ കണക്ട് ചെയ്യാൻ. 9th ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുള്ളത് എഫ് ഫ്രം ആർ ടു ആർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x + 1 / 3 എന്ന് പറഞ്ഞിട്ടാണ്. നമുക്ക് എഫ് കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കണം. കൂടാതെ ഈ ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണ് എന്നുള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യം എഫ് കോമ്പോസിറ്റ് എഫ് എന്ന് കണ്ടുപിടിക്കാം. എഫ് കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫോർമുല പ്രകാരം എന്താണ്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കാര്യമാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x + 1 / 3 ഈക്വൽ ടു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓഫ് എക്സ് ആണ് വരുന്നതെങ്കിൽ 2x + 1 / 3 ആണ് ഡെഫിനിഷൻ. ഇവിടെ എക്സ് ആണ്, പക്ഷേ ആ പൊസിഷനിൽ ഇവിടെ എന്താണ്, 2x + 1 / 3 എന്ന് പറഞ്ഞ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇത് ഡിഫൈൻ ചെയ്ത ആശയം എഴുതണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ എക്സിൻ്റെ സ്ഥാനത്ത് 2x + 1 / 3 എന്ന് പറയുന്ന കാര്യം നമ്മൾ അപ്ലൈ ചെയ്യുക, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുക. അങ്ങനെയാണ് 2 അതുപോലെ എഴുതിയിട്ടുണ്ട്. എക്സിൻ്റെ സ്ഥാനത്ത് 2x + 1 / 3 + 1 all / 3. ഈ എക്സിന് പകരം നമ്മൾ 2x + 1 / 3 എഴുതിയിട്ടുണ്ട്. ബാക്കിയൊക്കെ അതുപോലെ തന്നെ കാണാം, 2 + 1 / 3 എല്ലാം അതുപോലെ തന്നെ അവിടെ കാണാം. ഇനി ഇവിടെ by 1 കൊടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 2x + 1 × 1 എന്ന് പറഞ്ഞ ആശയമാണ് വരിക. അതായത് 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും, 4x + 2. 3 × 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്നത് എന്താണ്, +3 ഡിവൈഡഡ് ബൈ 3 × 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വരുന്നു. ഓൾ ഡിവൈഡഡ് ബൈ എന്ത് വരുന്നു, 3 എന്ന് പറഞ്ഞ കാര്യം വരുന്നു. ഇതാണ് ഒറിജിനൽ ഡിവിഷൻ എന്ന് പറഞ്ഞ കാര്യം നിലനിൽക്കുന്നത്. ഇതിനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് ആക്കുന്നു. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുന്നു. ഇത്രയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് 4x + 5 / 3 × 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യം എന്താണ്, 4x + 5 / 9 എന്ന് പറയുന്നതാണ് ആൻസർ വരുന്നത്. അപ്പോൾ എഫ് കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, 4x + 5 / 9 എന്ന് പറയുന്ന കാര്യമാണ്. സാധാരണ ഇങ്ങനെ എഫ് ഓഫ് എക്സ് തന്നിട്ട് എഫ് കോമ്പോസിറ്റ് എഫ് കാണാൻ പറയുമ്പോൾ ഭൂരിഭാഗ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും അത് വീണ്ടും നമുക്ക് കിട്ടുന്നത് എക്സ് എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെയാണ് പോകാറുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല വരുന്നത്, 4x + 5 / 9 എന്ന് പറയുന്ന ആശയമാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല, എഫ് കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്ന ഐഡന്റിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഐഡന്റിറ്റി ആയിരുന്നുവെങ്കിൽ എഫിൻ്റെ ഇൻവേഴ്സ് എന്താണെന്ന് പറയാൻ നമുക്ക് എഫ് തന്നെയാണെന്ന് പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് ചാടുമ്പോൾ എഫ് എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ 2 രീതിയിലൂടെ കണക്ട് ചെയ്യാം. ഒന്ന്, ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 ആണോ ഓൺ ടു ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം. 1 ഓൺ ടു ആണെങ്കിൽ അതെന്താണ്, ഇൻവേർട്ടിബിൾ ആണ്. രണ്ടാമത്തത്, നമുക്ക് പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ആ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ ജി എന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിൽ എഫ് കോമ്പോസിറ്റ് ജിയും ജി കോമ്പോസിറ്റ് എഫും ഐഡൻറ്റിറ്റി ആണ് എന്നുള്ള കാര്യം തെളിയിക്കുകയും വേണം. ഇതിൽ നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഒന്നാമത്തെ മാർഗ്ഗമാണ് ഉപയോഗിക്കുന്നത്. ഫംഗ്ഷൻ 1 ഓൺ ടു ആണോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യാൻ. എഫ് ഓഫ് എക്സ് തന്നിട്ട് 1 ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക,
എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് വൺ എഴുതണമെങ്കിൽ എക്സിന് പകരം എന്ത് കൊടുക്കുക, എക്സ് വൺ കൊടുക്കുക. 2x1 പ്ലസ് 1 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എഴുതണമെങ്കിൽ എക്സിന് പകരം എക്സ് ടു കൊടുക്കുക. 2x2 പ്ലസ് 1 ഡിവൈഡ് ബൈ 3. രണ്ട് വശത്തും താഴെയായിട്ട് 3 കാണാം. 3 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി നിൽക്കുന്നത് 2x1 പ്ലസ് 1 ഈക്വൽ ടു 2x2 പ്ലസ് 1. രണ്ട് വശത്തും പ്ലസ് 1 കാണാം. രണ്ടും ക്യാൻസൽ ചെയ്യാം. ബാക്കി നിൽക്കുന്നത് 2x1 ഈക്വൽ ടു 2x2. 2ഉം 2ഉം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്ത് കിട്ടുന്നു, x1 ഈക്വൽ ടു x2 കിട്ടുന്നു. therefore f ഈസ് 1 1. എഫ് എന്ന് പറയുന്നത് 1 1 ആണ് എന്നുള്ള കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഓൺ ടു കാര്യത്തിലേക്ക് പോകുമ്പോൾ ലെറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്, y ഈക്വൽ ടു 2x പ്ലസ് 1 ഡിവൈഡ് ബൈ 3. എഫ് ഓഫ് എക്സിന് പകരം ആ ഡെഫിനിഷൻ അതുപോലെ അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഇനി മുമ്പിലേക്ക് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എക്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ ആശയമാണ്. 3 എന്ന് പറഞ്ഞ പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ 3y ഈക്വൽ ടു 2x പ്ലസ് 1 എന്ന് പറഞ്ഞ കാര്യം പറയാം. 3y മൈനസ് 1 എന്ന് പറയുന്നത് 2x ആണെന്ന് പറയാം. 3y മൈനസ് 1 ബൈ 2 എന്ന് പറയുന്നത് x ആണ് എന്നുള്ള ആശയം നമുക്ക് പറയാം. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്, ഇതിനെ നമുക്കൊന്ന് തിരിച്ചെഴുതാം. ഈക്വൽ അല്ലേ, ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം. x is equal to 3y minus 1 divided by 2. ഇനി y എന്ന് പറയുന്നത് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും കൊടുക്കാം. ഇതിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3y മൈനസ് 1 ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് എന്താ കിട്ടുന്നത്, മറ്റൊരു റിയൽ നമ്പർ തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് എന്ത് പറയാം, ദിസ് ബിലോങ്സ് ടു ആർ. എക്സ് ബിലോങ്സ് ടു ആർ ആണെന്ന് പറഞ്ഞാൽ ഡൊമൈനകത്ത് വന്നു കഴിഞ്ഞു. അതായത് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, എഫ് എന്ന് പറയുന്നത് ഓൺ ടു ആണ്. ഫംഗ്ഷൻ 1 1 ആണെന്ന് ഇവിടെ കിട്ടി, ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് ഇവിടെ കിട്ടി. therefore f ഈസ് ഇൻവേർട്ടിബിൾ. ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് നിങ്ങളടുത്ത് ചോദിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് എഫ് ഇൻവേഴ്സ് വൈ ഈക്വൽ ടു ഈ എക്സിന് കിട്ടിയിരിക്കുന്ന ഈ ഒരു ആൻസർ ആണ് എഴുതേണ്ടത്. അതായത് 3y മൈനസ് 1 ഡിവൈഡ് ബൈ 2. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 4x പ്ലസ് 3 ബൈ 6x മൈനസ് 4 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. എഫ് കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെയാണെന്ന് തെളിയിക്കണം. വാട്ട് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എഫ്? ശരിക്കും തന്നതിൽ നിന്ന് തന്നെ ഒരു കാര്യം ക്ലിയർ ആണ്, എഫിൻ്റെ ഇൻവേഴ്സ് എന്ത് തന്നെയാണ്, എഫ് എന്ന് പറഞ്ഞ ആശയം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എഫ് കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫോർമുല പ്രകാരം എന്തെഴുതാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നതിന് പകരം 4x പ്ലസ് 3 ഡിവൈഡഡ് ബൈ 6x മൈനസ് 4. വീണ്ടും നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ ആലോചിക്കാനുണ്ട്. അതിൽ എക്സ് എന്ന് പറയുന്ന കാര്യം കാണുന്നതിന് സ്ഥാനത്ത് 4x പ്ലസ് 3 ഡിവൈഡഡ് ബൈ 6x മൈനസ് 4 എന്ന് പറഞ്ഞ കാര്യം എഴുതാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 4 ഞാൻ അതുപോലെ എഴുതിയിട്ടുണ്ട്. എക്സിൻ്റെ സ്ഥാനത്ത് 4x പ്ലസ് 3 ഡിവൈഡഡ് ബൈ 6x മൈനസ് 4 പ്ലസ് 3 അതുപോലെ എഴുതിയിട്ടുണ്ട് ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു വീണ്ടും എക്സിൻ്റെ പൊസിഷൻ എന്ത് വരണം, 4x പ്ലസ് 3 ഡിവൈഡഡ് ബൈ 6x മൈനസ് 4 മൈനസ് 4. ഇവിടെ ബൈ 1 കൊടുക്കുക, ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെയും ബൈ 1 കൊടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ 1 ആണ് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ 4 ജസ്റ്റ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 ഇൻറ്റു 4x എന്ന് പറഞ്ഞാൽ 16x വരും, പ്ലസ് 12 പ്ലസ് 3 കൊണ്ട് ഈ ടേമുകളെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ രണ്ട് ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18x മൈനസ് 12 ഡിവൈഡഡ് ബൈ 6x മൈനസ് 4 ഓൾ ഡിവൈഡഡ് ബൈ, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പോൾ 6 ജസ്റ്റ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 24x പ്ലസ് 18 മൈനസ് 4 കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മൈനസ് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റെപ്പ് ഒഴിവാക്കി നിർത്താം. അപ്പോൾ മൈനസ് 4 ഇൻറ്റു 6x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 24x, മൈനസ് 4 ഇൻറ്റു മൈനസ് 4 എന്ന് പറഞ്ഞാൽ പ്ലസ് 16 ഓൾ ഡിവൈഡഡ് ബൈ 6x മൈനസ് 4 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 6x മൈനസ് 4. 6x മൈനസ് 4ഉം 6x മൈനസ് 4ഉം ക്യാൻസൽ ചെയ്യാം. ഇവിടെ പ്ലസ് 12ഉം മൈനസ് 12ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി നിൽക്കുന്നത് 34x, കാരണം 16x പ്ലസ് 18x വരിക, അപ്പോൾ 34x വരും, ഡിവൈഡഡ് ബൈ 24x പോസിറ്റീവും നെഗറ്റീവും വരുന്നുണ്ട്, ക്യാൻസൽ ചെയ്യാം. 18 പ്ലസ് 16 എന്ന് പറഞ്ഞാൽ അത്ര വരിക 34 ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു, എക്സ് എന്ന് പറഞ്ഞ ആശയം കിട്ടുന്നു. അപ്പോൾ എഫ് കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായി, എക്സ് ആയി. പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ
എഫിന്റെ ഇൻവേഴ്സ് എന്താണെന്നാണ് ചോദിച്ചിരുന്നത്. അതെന്ത് തന്നെയാണ്? എഫ് എന്ന് പറഞ്ഞ ആശയം തന്നെയാണ്. അടുത്ത ക്വസ്റ്റൻ ഒന്ന് നോക്കുക. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x + 3. ഷോ ദാറ്റ് എഫ് ഈസ് ഇൻവേർട്ടിബിൾ ആൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എഫ്. ഈ ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണെന്ന് തെളിയിക്കണം. അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ കാര്യം നമ്മൾ എഴുതണം. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ 1/2 ആണെന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പം. ഞാൻ ആ ഒരു രീതിയിലാണ് ഇവിടെ ആൻസർ പറയുന്നത്. 1 എന്ന് പറഞ്ഞ കാര്യം പറയണമെങ്കിൽ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. എഫ് ഓഫ് x1 എഴുതണമെന്നുണ്ടെങ്കിൽ 4x1 + 3, അതായത് എക്സിന് പകരം ഞാൻ ഇവിടെ x1 എഴുതിയിട്ടുണ്ട്. എഫ് ഓഫ് x2 എഴുതണമെന്നുണ്ടെങ്കിൽ 4x2 + 3 എന്ന് പറഞ്ഞാൽ എഴുതുക. എക്സിന് പകരം എന്ത് കൊടുക്കുക? x2 എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യാം. രണ്ട് സൈഡിലും +3 ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. ബാക്കി നിൽക്കുന്നത് 4x1 ഈക്വൽ ടു 4x2. 4ഉം 4ഉം ക്യാൻസൽ ചെയ്യാം. x1 ഈക്വൽ ടു x2. അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്നത് എന്തായി? 1 എന്ന് പറഞ്ഞ കാര്യമായി. ഇനി ഓൺ ടുവിൻ്റെ കാര്യം പറയുന്നതിന് വേണ്ടി ലെറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇംപ്ലൈസ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 4x + 3. അതായത് y - 3 എന്ന് പറയുന്നത് 4x ആണ്. y - 3/4 എന്ന് പറയുന്നത് x ആണ് കിട്ടുന്നത്. ഇതിനെ നമുക്ക് തിരിച്ചെഴുതാം. x ഈക്വൽ ടു y - 3/4. ഇനി ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് റിയൽ നമ്പർ സെറ്റിൽ നിന്ന് റിയൽ നമ്പർ സെറ്റിലേക്കാണ്. അപ്പോൾ y എന്ന് പറയുന്നത് ഏത് റിയൽ നമ്പർ നമുക്ക് എടുക്കാം. ഏത് റിയൽ നമ്പർ എടുത്താലും y - 3/4 എന്ന് പറയുന്നത് മറ്റൊരു റിയൽ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്? ബിലോങ്സ് ടു ആർ ആണ്, ഡൊമൈൻ അകത്താണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എഫ് എന്ന് പറയുന്ന കാര്യം എന്താണ്? ഓൺ ടു ആണ്. ഫംഗ്ഷൻ 1 ആണ്, ഓൺ ടു ആണ്. അതുകൊണ്ട് നമുക്ക് എഫ് എന്ന് പറയുന്ന കാര്യം ഇൻവേർട്ടിബിൾ ആണ് എന്ന് പറഞ്ഞ് എഴുതാം. ഇനി എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ കാര്യം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വൈയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? എഫ് ഇൻവേഴ്സ് വൈ ഈക്വൽ ടു എക്സിന് കിട്ടുന്ന ആൻസർ അതാണ് നമ്മൾ എഴുതേണ്ടത്. y - 3/4. ഇനി നിങ്ങളിവിടെ എഫ് ഇൻവേഴ്സ് എക്സ് ആണ് എഴുതുന്നതെങ്കിൽ x - 3/4 എന്ന് പറഞ്ഞിട്ടും നമുക്കതിനെ എക്സ്പ്രസ് ചെയ്യാം. അടുത്ത ചോദ്യത്തിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്കാണ്, അത് 1 ആണ്. ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ബിയിൽ നിന്ന് സിയിലേക്കാണ്, അതും 1 ആണ്. അങ്ങനെയാണെങ്കിൽ അവയുടെ കോമ്പോസിഷനായ ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്നത് 1 ആണ് എന്നുള്ള കാര്യമാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. അപ്പോൾ എഫ് എന്ന് പറയുന്ന കാര്യം 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് പറഞ്ഞ കാര്യം എന്തിന് ഈക്വൽ ആയിരിക്കും? x1 ഈക്വൽ ടു x2 എന്ന് പറഞ്ഞ കാര്യത്തിന് ഈക്വൽ ആയിരിക്കും. ജി എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് തന്നെ ജി ഓഫ് x1 ഈക്വൽ ടു ജി ഓഫ് x2 എന്ന് എഴുതിയാൽ അതെന്തിന് തുല്യമായിരിക്കും? x1 ഈക്വൽ ടു x2 എന്ന് പറഞ്ഞ ആശയത്തിന് തുല്യമായിരിക്കും. നമുക്ക് തെളിയിക്കാനുള്ളത് ജി കോമ്പോസിറ്റ് എഫ് 1 ആണ് എന്നുള്ള കാര്യമാണ്. അതിനുവേണ്ടി ജി കോമ്പോസിറ്റ് എഫ് ഓഫ് x1 ഈക്വൽ ടു ജി കോമ്പോസിറ്റ് എഫ് ഓഫ് x2 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം. രണ്ടോടത്തിലും നമ്മൾ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ജി ഓഫ് എഫ് ഓഫ് x1 ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് x2. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന കാര്യത്തിന് ഞാനൊരു ക്യാപിറ്റൽ x1 ആയിട്ടും ഇതിനെ ഒരു ക്യാപിറ്റൽ x2 ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ എങ്ങനെ റീഡ് ചെയ്യുക? ജി ഓഫ് x1 ഈക്വൽ ടു ജി ഓഫ് x2. ഇവിടെ നോക്കൂ, ജി ഓഫ് x1 ഈക്വൽ ടു ജി ഓഫ് x2 എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാണ്? x1 ഈക്വൽ ടു x2 തുല്യമാണ്. അതായത് നമുക്ക് അടുത്ത സ്റ്റെപ്പിലൊക്കെ എന്ത് പറയാം? ക്യാപിറ്റൽ x1 ഈക്വൽ ടു ക്യാപിറ്റൽ x2 എന്ന് പറയാം. ഇത് ശരിക്കും ഇംപ്ലൈ ചെയ്യുന്നത് ശരിക്കും എന്താണ്? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് പറഞ്ഞ കാര്യമാണ്. എഫ് 1 ആയതുകൊണ്ട് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്താണ്? x1 ഈക്വൽ ടു x2 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? വിച്ച് ഇസ് ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു? ജി കോമ്പോസിറ്റ് എഫ് ഓഫ് x1 ഈക്വൽ ടു ജി കോമ്പോസിറ്റ് എഫ് ഓഫ് x2 സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? x1 ഈക്വൽ ടു x2 എന്ന് പറഞ്ഞ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ രണ്ട് സെക്ഷനുമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള മോഡൽസുകൾ വരുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും 120 മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 12 മാർക്കോളം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിലെ ഈ 12 മാർക്ക് എന്ന് പറയുന്നത് ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ടോപ്പിക്കിൽ നിന്നും അല്ലാത്ത ടോപ്പിക്കിൽ നിന്നുമായിട്ടാണ് വരുന്നത്. ഈ 12 മാർക്കിലെ ഒരു 8 മാർക്കെങ്കിലും ഫോക്കസ് ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ആ 8 മാർക്കും സ്കോർ ചെയ്യാനുള്ള മാർഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് 2 ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്തു പഠിക്കുക. വേറെ ചോദ്യങ്ങളൊന്നും ഈ ഭാഗത്തു നിന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഭാഗത്തു നിന്നോ നിങ്ങൾ പഠിക്കേണ്ടതില്ല.
അപ്പോൾ തന്നെ നിങ്ങൾക്ക് 12-ലെ ഒരു 8 മാർക്കെങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതേ ചോദ്യങ്ങൾ നല്ലതുപോലെ ചെയ്തു പഠിക്കുക. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാകെ പഠിക്കാനുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, 2 ക്ലാസ്സുകളിൽ കൂടെ നമ്മൾക്ക് ആകെ 21 ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളൂ. ഈ 21 ചോദ്യങ്ങൾ പഠിക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് 8 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. പുതിയൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.